ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഉപ്പ് ദീപം വെക്കുകയും അതേപോലെ തന്നെ നാരങ്ങ വിളക്ക് വെക്കുകയും ചെയ്തു. നെയ് വിളക്കാണ് ലക്ഷ്മി വിളക്കിൽ തെളിയിച്ചത്. നാരങ്ങ വിളക്ക് വീട്ടിൽ വെക്കുന്നത് നല്ലതാണോ എന്നുള്ള ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പലരോടും ചോദിച്ചപ്പോൾ നാരങ്ങ വിളക്ക് വീട്ടിൽ തെളിയിക്കുക എന്നാണ് പറഞ്ഞത്. വളരെ നല്ലതാണ് എന്നാണ് പറഞ്ഞത്. ആഗ്രഹിച്ച കാര്യം നടക്കാനും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോവാനും, ശത്രുദോഷം അങ്ങനത്തെ ദോഷങ്ങളൊക്കെ പോവാനും, പിന്നെ രാഹുവിൻ്റെ ദോഷം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും നാരങ്ങ വിളക്ക് വളരെ നല്ലതാണെന്ന് കേട്ടു. അതേപോലെ തന്നെ ഒരു ഹോമം നടത്തിയ ഫീല്, നമ്മൾ ഒരു ഹോമം ചെയ്ത പോലെയുള്ള ഒരു ഫലമാണ് നാരങ്ങ വിളക്ക് വെക്കുമ്പോൾ കിട്ടുന്നത്. ദേവി പ്രീതിക്കായിട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നാരങ്ങ വിളക്ക് വെക്കുന്നത് വളരെ ഉത്തമമാണ്. അപ്പോൾ നമുക്കറിയുന്ന രീതിയിൽ നാരങ്ങ വിളക്ക് വീട്ടിൽ വയ്ക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു നാരങ്ങ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ നീര് കളഞ്ഞിട്ട് ഇതേ വീഡിയോയിൽ കാണിച്ച പോലെ ഇങ്ങനെ എന്താ പറയുക, ആ ഒരു തോട് മടക്കിയിട്ട് ഒരു വിളക്ക് പോലെ ആക്കിയിട്ട് അതിൽ നല്ലെണ്ണ ഒഴിച്ച് തിരിയിട്ടിട്ട് നാരങ്ങ വിളക്ക് തെളിയിക്കാവുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പ്രധാനം വിശ്വാസത്തോടെ ചെയ്യണം, ഭക്തിയോടെ ചെയ്യണം എന്നതാണ്. അങ്ങനെ വിശ്വാസത്തോടെയും ഭക്തിയോടെയും നമുക്ക് എന്ത് കാര്യവും വീട്ടിൽ ചെയ്യാവുന്നതാണ്. എനിക്ക് ആദ്യമൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യാമോ എന്ന്. പക്ഷേ ഞാൻ ഓരോ കാര്യങ്ങളും വീട്ടിൽ ചെയ്ത് വന്നപ്പോൾ എനിക്ക് അതിന് ഗുണങ്ങളല്ലാതെ ദോഷങ്ങളായിട്ടൊന്നും വന്നിട്ടില്ല, നല്ലതേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഉപ്പ് ദീപം ഞാൻ തെളിയിക്കാറുണ്ട്, നാരങ്ങ വിളക്കും തെളിയിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടുന്നത് നല്ലൊരു പോസിറ്റിവിറ്റിയാണ് എനിക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ളത്. ദോഷമായിട്ട് ഇതുവരെ ഒന്നും വന്നിട്ടില്ല, എല്ലാം നല്ലതേ വന്നിട്ടുള്ളൂ. ഇപ്പോഴും നല്ലതേ നടക്കുന്നുള്ളൂ. കേൾക്കുന്ന വാർത്തകളും എനിക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളും ഒക്കെ ഇപ്പം നല്ലത് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ധൈര്യമായിട്ട് തന്നെ നാരങ്ങ വിളക്ക് വീട്ടിൽ തെളിയിക്കാവുന്നതാണ്. നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട്, നമ്മുടെ ദോഷങ്ങൾ ദുരിതങ്ങളൊക്കെ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഭക്തിയോടെ നമ്മൾ വിശ്വസിക്കുന്നത് ആരെയായാലും മനസ്സിൽ വിചാരിച്ച് നമുക്ക് ഈ ഒരു ദീപം തെളിയിക്കാവുന്നതാണ്. അതിനുശേഷം ലളിതാ സഹസ്രനാമം വായിക്കാൻ പറ്റുന്നവർക്ക് അത് വായിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ദേവിയുടെ മറ്റ് പ്രാർത്ഥനകൾ അറിയുന്നുണ്ടെങ്കിൽ അത്, കീർത്തനങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അത് എന്തും നമുക്ക് ചൊല്ലാട്ടോ. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഭക്തിയോടുകൂടെ ചെയ്യാനുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.